ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പം ഞാൻ നമ്മുടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണോണ്ട് തന്നെ നമ്മൾ ഓരോ വീഡിയോസ് ഇങ്ങനെ പരതിക്കൊണ്ട് വെക്കും ഏത് വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഒരു വീഡിയോ ഒന്നിൽ കൂടുതൽ തവണ ചെയ്യരുതെന്ന് ഞാൻ ആദ്യമേ കരുതിയിരുന്നു. എന്നാൽ ചില വീഡിയോസൊക്കെ ഒന്നിൽ കൂടുതൽ തവണ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചില വിഷയങ്ങളെക്കുറിച്ച്. അത് വീണ്ടും പറയേണ്ട ഒരു ആവശ്യകത വരുന്ന സമയത്താണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ അത്ര വലിയ ഒരു ഇൻഫ്ലുവൻസറൊന്നും അല്ല, ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ അത്ര വ്യൂസോ ഒന്നുള്ളൊരു ചാനലല്ല എൻ്റേത്. നിങ്ങൾക്ക് നോക്കി കണ്ടാൽ അറിയാൻ പറ്റും. ആകെ ഇതിൽ റീച്ച് ഉണ്ടായത് അഫാൻ്റെ ഒരു വീഡിയോയും ഒന്നോ രണ്ടോ വീഡിയോ മറ്റു ചിലത് മാത്രമാണ്. പക്ഷേ ഞാൻ ഇന്ന് വീണ്ടും സംസാരിക്കുന്ന അഫാനെ കുറിച്ച് തന്നെയാണ്. ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം ഞാൻ അഫാനെ കുറിച്ചുള്ള വീഡിയോ അത് മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ അഫാൻ്റെ വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നതിലുള്ള ലജ്ജ കൊണ്ടൊന്നുമല്ല. പക്ഷെ അഫാനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഒരിക്കലും ഒരു പോസിറ്റീവ് തോട്ടുള്ള കാര്യങ്ങളല്ലല്ലോ, അല്ലേ? അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെ കേൾക്കുന്ന ആളുകളുടെ മനസ്സിലും അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും, അവർക്ക് അവരെ വേദനിപ്പിക്കും. അത് നമ്മൾ നിരന്തരം അത്തരം വീഡിയോസ് ചെയ്യുന്നതിലൂടെ നമ്മൾ സമൂഹത്തിന് ഒരു ഗുണകരമല്ലാത്ത ചില കാര്യങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നുള്ള ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തരം വീഡിയോസ് കണ്ടിന്യൂസായി ചെയ്യരുത് എന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് എല്ലാ വീഡിയോസും എടുത്ത് നമുക്ക് റിയാക്ട് ചെയ്യേണ്ടത് നിർബന്ധിതാവസ്ഥയും വരും. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം, അത് അഫാനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഞാൻ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കുറുക്ക് വിദ്യ ഞാൻ ചെയ്യണത്. കാരണം നിങ്ങൾക്കറിയാം, 3 മക്കൾ, മൂത്താൾ 10ാം ക്ലാസ്സിലാണ്, താഴെയുള്ള ആൾ ഏറ്റവും ചെറിയ ആൾ 1ാം ക്ലാസ്സിലാണ്, മോള് 4ാം ക്ലാസ്സിലാണ്. 3 സ്കൂളിലേക്ക് അയക്കുന്നതും തിരിച്ചു വന്നവരെ പഠിക്കാൻ സഹായിക്കുന്നതും ഒക്കെ നമ്മളെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഒരു വിദ്യാർത്ഥിയും കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് പരിമിതമായ സമയം കിട്ടുന്നിടത്തു നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് പോരായ്മകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഈ വീഡിയോ ആണ് കേട്ടോ. ഇപ്പം എങ്ങനെയാണ് എന്ത് പറയുന്നത്? ഒന്നും പറയാം, ഞാൻ പറയാനുള്ള ഒരു ഇത് ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അത്രയേ ഉള്ളൂ പറയാം, അതിനെക്കുറിച്ച് പറയാൻ അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ കാര്യമുള്ളൂ, വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ ഇങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. കുടുംബത്തിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പം നമ്മളിപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിത്ര വീടൊക്കെ ഉണ്ടാക്കി ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് അത് വന്നു. നമുക്കൊരു അല്ലേ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വിധിയൊക്കെ കണക്കാകുന്നു, ഇത്രയേ ഉള്ളൂ. എൻ്റെ വിധി അതാണ്, പടച്ചവൻ്റെ വിധിയാണ്, അതൊക്കെ നടക്കില്ലെന്നിട്ടില്ല. വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അത് ഒരു ചാനലിലെ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തോട് നിലവിൽ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബാന്തരീക്ഷം എന്താണെന്നും അദ്ദേഹം എന്താണ് പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്നും പൊതുസമൂഹത്തെ അറിയിക്കാൻ എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെന്നതാണ്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊരു ഇൻ്റർവ്യൂ എന്ന രീതിയിൽ അദ്ദേഹം ഒരുപക്ഷെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലവിലെ അവസ്ഥ അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാമെന്നുള്ള രീതിയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നിങ്ങൾ കണ്ടോ, അതെങ്ങനെ തല ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ വന്ന ആളൊന്ന് പോയിരുന്നെങ്കിൽ, ഇയാളൊന്ന് എന്നെ വെറുതെ വിട്ടിരുന്നെങ്കിൽ എന്നുള്ളൊരു മുഖഭാവത്തോടു കൂടി ശരീരഭാഷയോട് കൂടിയാണ് അദ്ദേഹം അതിന് പ്രതികരിക്കുന്നതന്നെ. പിന്നീട് അദ്ദേഹം തൻ്റെ ഒറ്റ വാക്കിൽ 1-2 വാചകങ്ങളിലൂടെ ഈ സംസാരം അവസാനിപ്പിക്കാൻ ശ്രമം തുടരുന്നിടത്ത് എന്താ ചെയ്യുന്നത്, റിപ്പോർട്ടർ തൻ്റെ കൂടുതൽ കാര്യങ്ങൾ കുത്തി ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന ആളുടെ ഉദ്ദേശം നിലവിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം സമൂഹ മധ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സതുദ്ദേശം ആയിരിക്കാം. നമുക്കറിയില്ല എന്തുദ്ദേശത്തിലാണ് എന്നുള്ളത്. അഫാനെക്കുറിച്ച് എല്ലാവരും എന്നും കേൾക്കാനും അറിയാനും ആഗ്രഹിക്കും, അല്ലേ? കാരണം അഫാൻ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ച ആഘാതം അത്രക്കും വലുതാണ്. അഫാനെക്കുറിച്ചുള്ള വാർത്ത കേട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും ആയത്. എനിക്കതേ പറ്റിയുള്ളൂ. കാരണം അഫാൻ നമുക്ക് നൽകിയ ആഘാതം അത്ര വലുതായിരുന്നു. 5 ജീവനുകൾ അതിക്രൂരമായി ഇല്ലാതാക്കിയ അഫാനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ നമുക്കൊരു പ്രയാസം തോന്നിയിരുന്നു. പക്ഷേ ഞാനും ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടായ വീഡിയോ അഫാനെ കുറിച്ച് ചെയ്ത വീഡിയോ ആണ് ഞാൻ. പക്ഷേ എനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം അതൊരിക്കലും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം സംസാരിക്കാൻ താല്പര്യപ്പെടാത്തതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹം ആ
ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും നമ്മുടെ മനസ്സിൽ തട്ടുന്ന മുറിവാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവ്, അല്ലേ? ഞാൻ മനസ്സിലാക്കുന്ന ശരീരത്തിലെ മുറിവുകളെല്ലാം നമുക്ക് തുന്നി മരുന്നൊക്കെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ ഏറ്റക്കുറച്ചിലൊക്കെ മനസ്സിലാക്കാം. ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? ഒരുപക്ഷെ നടന്നു കഴിഞ്ഞത് ഏറ്റവും വലിയ അപകടമാണെങ്കിൽ പോലും നമ്മളത് മറന്നു പോയിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കുറച്ച് കാലതാമസം എടുത്താലും നമ്മളത് മറക്കും. പക്ഷേ നമ്മുടെ ഹൃദയത്തിലേറ്റ മുറിവ് അതും അഫാനെ പോലൊരു മകൻ ആ അച്ഛനും അമ്മക്കും നൽകിയ മുറിവ്, അതിൻ്റെ ആഴം എത്രയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാൾ അപ്പുറമാണ്. ആ മുറിവേറ്റ് പിടയുന്ന രണ്ട് മനുഷ്യരാണ് അവർ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. അവർ മരിച്ച് ജീവിക്കുക എന്ന് പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ. അവർ അഫാനെക്കുറിച്ചോ അഫാൻ്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചോ ജീവിത കടന്നു വന്ന പരാധീനതകളെക്കുറിച്ചോ കഷ്ടപ്പാടുകളെക്കുറിച്ചോ വേദനകളെക്കുറിച്ചോ ആലോചിക്കാൻ ഇഷ്ടപ്പെടാതെ അങ്ങനെ മറക്കാൻ ആഗ്രഹിച്ച് ജീവിക്കുന്ന രണ്ട് ജന്മങ്ങൾ. അവരരികിലേക്കാണ് നമ്മൾ അഫാനെക്കുറിച്ചറിയാൻ, അവരുടെ കുടുംബത്തെക്കുറിച്ചറിയാൻ, അവരുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയെക്കുറിച്ചറിയാൻ മൈക്കുമായി ചെല്ലുന്ന സമയത്ത് അവർ തട്ടിമാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും അനവസരത്തിലാണ് നമ്മൾ ആ ചെല്ലുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ഔചിത്യബോധം നമുക്ക് വേണം. അതായത് അഫാൻ്റെ പിതാവ് ആ ഒരു സംസാരത്തിന് വിഘാതം അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ കാണിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇതേക്കുറിച്ച് തൽപരനല്ല എന്ന് കാണുമ്പോൾ പിന്നീട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ളൊരു മനുഷ്യത്വം നമ്മൾ കാണിക്കണം. അതാരായാലും, ഞാനായാൽ പോലും, ഞാനും അഫാനെക്കുറിച്ച് അല്ലെങ്കിൽ അഫാൻ്റെ ഉമ്മയെക്കുറിച്ച് അഫാൻ്റെ കുടുംബത്തെക്കുറിച്ച് അഫാൻ വളർന്നു വന്ന സാഹചര്യത്തെക്കുറിച്ച് അതിരൂക്ഷമായി വിമർശിച്ച ഒരാളാണ്. പക്ഷെ ആ വിമർശിച്ച അതേ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ അഫാൻ്റെ കുടുംബത്തെ വെറുതെ വിടുക. ഇനി അഫാനെക്കുറിച്ചുള്ള വാർത്തകൾ കൂടുതൽ പ്രചരിപ്പിച്ചതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാണ്ടോ? ആ കുടുംബത്തിൻ്റെ ദൈന്യത സമൂഹ മുന്നിലേക്ക് വലിച്ചെറിയുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം സമൂഹത്തിൽ സൃഷ്ടിക്കാനുണ്ടോ? ഒന്നുമില്ല. കാരണം അവരുടെ വേദനകൾ വീണ്ടും കാണണം. നമ്മൾ ഇത്തരം വാർത്തകൾ നിരന്തരമായി അതേ വാർത്തകൾ തുടർച്ചയായി ചെയ്യുമ്പോൾ നമ്മളെ കേൾക്കുന്ന ആളുകൾ പോലും ശുഭകരമായ ചിന്തയിൽ നിന്നും മാറി അസുഖകരമായ ഒരു ചിന്തയിലേക്കും വിഷമതയിലേക്കും മാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആ ഒരു പിതാവിൻ്റെ വേദന നമ്മളത് മറക്കാതെ പോവരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് തൻ്റെ കുഞ്ഞിനെ തള്ളിപ്പറയേണ്ടി വരുന്ന നിസ്സഹായത ഒരു മാപ്പയുടെയും ഉമ്മയുടെയും ജീവിതത്തിലെ ഏറ്റവും വൈഷമ്യം പിടിച്ചൊരു അവസ്ഥയാണ്, അല്ലേ? തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞ് തിരിച്ചു വരണേന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ഏതൊരു അച്ഛനും അമ്മയാവുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ കാഴ്ചക്കാരാണല്ലോ. നമുക്ക് പറയാം, ഓ ഞാനാണെങ്കിൽ എൻ്റെ മകനെ അങ്ങനെ ചെയ്യുമായിരുന്നു, ഈ പറഞ്ഞ് എനിക്കായാലും അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാവുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ഏതൊരു വാപ്പക്കുമ്മക്കും കുറച്ച് സമയം വേണ്ടി വരും. ആ സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. തൻ്റെ മകനെ തിരസ്കരിച്ച്, കാരണം എന്നെങ്കിലും തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ അവർ ഉള്ളിലെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാതായി പോയിരുന്നൊരവസ്ഥയിലാണ് ഇന്ന് അഫാൻ ജീവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മെയ് മാസം 22-ാം തീയതി ഒരു ഞായറാഴ്ച അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിഗുരുതരമായ അവസ്ഥയിൽ ജീവനും മരണത്തിനുമിടയിലുള്ള നൂൽപാലത്തിലൂടെയാണ് അഫാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അഫാൻ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ, ജീവൻ തിരിച്ചു കിട്ടിയാൽ തന്നെ ഒരു കോമ കണ്ടീഷനിലായിരിക്കും ജീവിതകാലം മുഴുവൻ എന്നുള്ള റിപ്പോർട്ടുകളും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയിലാണ് അച്ഛനും അമ്മയോടും ചെന്ന് നമ്മൾ വിവരങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അഫാനെക്കുറിച്ച് നമ്മൾ പറയും അങ്ങനെ ഒരു മകൻ വേണ്ട എന്നൊക്കെ നമ്മൾ തള്ളിക്കളയുന്ന സമയത്തും ജന്മം കൊടുത്ത ഉപ്പക്കും പ്രസവിച്ച ഉമ്മക്കും ആ നീറ്റലും വേദനയും എന്ന് അവിടെ തന്നെ ഉണ്ടാവും. ഒരിക്കൽ നമ്മൾ അവരെ എല്ലാവരും ഈ സമൂഹത്തിൽ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും അതിരൂക്ഷമായ ഭാഷയിൽ അഫാൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും അഫാൻ്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ചും അഫാനെക്കുറിച്ചും വളരെ വിമർശനാത്മകമായി സംസാരിക്കുകയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് അന്നത്തോടെ അവസാനിച്ചു, അല്ലേ? ഇനി അവരുടെ ജീവിതത്തിൽ ഇനി എന്തായാലും സ്വസ്ഥത, സമാധാനം, സന്തോഷം, ഈ 3 പദങ്ങൾക്ക് ആ 2 ജീവിതങ്ങൾക്ക് മുമ്പിൽ ആ നിഘണ്ടുവിൽ അങ്ങനത്തെ ഒരു വാക്കേ വരൂല. കാരണം അവർക്ക് എന്തെങ്കിലും സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പറ്റുമോ? സന്തോഷത്തോടെ ഒന്ന് ചിരിക്കാൻ പറ്റുമോ? സ്വസ്ഥതയോടുകൂടി ഒന്ന് ജീവിക്കാൻ പറ്റുമോ? അവരുടെ ഉള്ളിൽ തൻ്റെ മൂത്ത മകൻ്റെ കൈകളാൽ പിടഞ്ഞു മരിച്ച കുഞ്ഞുമകൻ്റെ മുഖം എന്നും ഉണ്ടാവും. അവൻ്റെ ചിരികളികളുണ്ടാവും. അവൻ്റെ കുട്ടിക്കാലവും അവൻ്റെ ജീവിതം മുഴുവൻ അവരെ കൺമുന്നിൽ ഇങ്ങനെ കടന്നു പോവും.
23 വയസ്സ് വരെ താൻ പുന്നാരിച്ച് വളർത്തിയ തൻ്റെ മകൻ ജയിലിനുള്ളിൽ കിടക്കുക എന്നുള്ള ആശ്വാസം പോലും അവർക്കില്ല. അവർക്കറിയാം ആ മകൻ ഇന്ന് വെന്റിലേറ്ററിലാണ്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ICUവിലാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി അവൻ ഉമ്മ ഉപ്പ എന്ന് വിളിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും അവർക്കില്ല. അങ്ങനെയുള്ള 2 ജീവിതങ്ങളാണ്. ജയിലിനുള്ളിലാണെങ്കിലും ആ ഉമ്മക്കും ഉപ്പക്കും സമാധാനിക്കുക, ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഒരു മകൻ അവിടെ ഉണ്ടല്ലോ, എന്നെങ്കിലും ഒരു കാലത്ത് മനസ്സൊക്കെ ഒന്ന് ശാന്തമാവുമ്പോൾ ആ മകനെ ഒന്ന് കാണാൻ പോവാമല്ലോ എന്ന് ആ മാതാപിതാക്കൾക്ക് വിചാരിക്കാനെങ്കിലും പോലും ഇന്നില്ല. ഇന്ന് അവരെത്തിയാൽ പോലും അവരെ തിരിച്ചറിയാൻ പോലും അഫാന് കഴിയുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ്. ഈ ഒരു സന്ദർഭത്തിലാണ്, മാനസികമായി അങ്ങേയറ്റം തളർന്ന് ജീവച്ഛവമായി ജീവിക്കുന്ന സന്ദർഭത്തിലാണ് വീണ്ടും നമ്മൾ അവരുടെ പരിതാപകരമായ അവസ്ഥ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ എന്ന പേരിൽ നമ്മളവിടെ എത്തിപ്പെടുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടാൽ, അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ സംസാര ഭാഷ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഏതൊരു ചോറ് തിന്നുന്ന മനുഷ്യരും മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം അതൊട്ടും താല്പര്യപ്പെടുന്നില്ലെന്ന്. ഇനി അവരെ വെറുതെ വിടുക, അവർ എങ്ങനെ ജീവിക്കട്ടെ, നമുക്ക് പറ്റുമെങ്കിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളോ സൗകര്യങ്ങളോ ചെയ്തു കൊടുക്കുക. കാരണം അവർ 2 ജീവിതങ്ങളാണല്ലോ. അദ്ദേഹത്തിന് ഒന്നുമില്ല ഈ ലോകത്ത്, തൻ്റേതെന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ലാതെ ജീവിക്കുന്ന 2 ജന്മങ്ങളാണ് അവർ. ഞാനും ഇപ്പോൾ ഇതിനെ മുന്നേ നിങ്ങളും ഇതേക്കുറിച്ച് രൂക്ഷമായി സംസാരിച്ചില്ലേ ചോദിക്കുമ്പോൾ ആ സന്ദർഭം അതിനനുകൂലമായിരുന്നു അല്ലേ? രൂക്ഷമായ ഭാഷയിൽ അവർ വിമർശിക്കാൻ അനുകൂലമായ സന്ദർഭമായിരുന്നു അഫാൻ ആ ക്രൂര പ്രവൃത്തി ചെയ്ത നാളുകൾ. അത് കഴിഞ്ഞിട്ട് മാസം 2-3 ഇനി അഫാനെയും അഫാൻ്റെ കുടുംബത്തെയും നമ്മൾ വെറുതെ വിടുക. അവർ സമാധാനത്തോടെ ജീവിക്കട്ടെ, അവരുടെ മനസ്സിലേറ്റ മുറിവ് കാലം മായ്ക്കട്ടെ. ഒരിക്കലും മായൂല എന്ന് ഉറപ്പുള്ളിടത്തും നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അവർക്ക് പ്രിയപ്പെട്ട ഉമ്മ, സഹോദരൻ, സഹോദര ഭാര്യ, ലാളിച്ചും ഓമനിച്ചും വളർത്തിയ സ്വന്തം കുഞ്ഞ്, മകൻ സ്നേഹിച്ചു എന്ന കാരണത്താൽ ഈ ലോകത്ത് ഇല്ലാതാക്കപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കുടുംബം, ഇതൊക്കെ അവരുടെ വേദനയാണ്. ആ വേദനകൾക്കിടയിൽ വീണ്ടും വീണ്ടും നമ്മൾ പറയല്ലോ, പുണ്ണ് വീണ്ടും വീണ്ടും കുത്തി മുറിവേൽപ്പിക്കുന്ന പോലെ നമ്മൾ ആ മുറിവ് വീണ്ടും വീണ്ടും കുത്തി മുറിവേൽപ്പിക്കുന്ന ഈ രീതി, ഈ അവസ്ഥ നമ്മൾ എന്തൊക്കെ ജേർണലിസത്തിൻ്റെ പേരിലായാലും അത് അവസാനിപ്പിക്കുക. കാരണം എത്ര ജീവിതങ്ങൾ ഇതുപോലെ, അഫാൻ മാത്രമാണോ ഇത്രമാത്രം ക്രൂരകൃത്യം ചെയ്തിട്ടുള്ളത്? ഇതിനേക്കാൾ ഒട്ടും മോശമില്ലാത്ത ക്രൂരകൃത്യങ്ങൾ ചെയ്ത എത്രയോ ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിന് ഗുണകരമായ ഒരുപാട് വാർത്തകൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഓരോ ജേർണലിസ്റ്റുകളും. എന്നെപ്പോലെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകളായിരിക്കൂല അതൊന്നും. അവർക്ക് നമ്മളെക്കാൾ അധികം ഉത്തരവാദിത്തമുണ്ട്. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സർക്കാരിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ നീതി ലഭിക്കാതെ, അല്ലെങ്കിൽ ജീവിത സാഹചര്യം വഴിമുട്ടി ജീവിക്കുന്ന, വീടില്ലാത്തവർ, ജീവിക്കാൻ വരുമാനമില്ലാത്തവർ, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ, അങ്ങനെ ഒരുപാട് നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെട്ട, സാമൂഹ്യ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ളിടത്താണ് നമ്മൾ വീണ്ടും വീണ്ടും ഒരേ വിഷയം തന്നെ ആ മനുഷ്യരെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവർ എത്രത്തോളം സമൂഹ മധ്യത്തിൽ നിന്നും മുഖം മറച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ സമയത്തൊക്കെ നമ്മൾ അവരെ വീണ്ടും വീണ്ടും ചെന്നിട്ട് ഈ ഒരു ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു മനുഷ്യത്വമില്ലായ്മ നമ്മൾ കാണിക്കാതിരിക്കുക. നമ്മൾ അവരോട് ഇത്തിരി കൂടെ ദയ കാണിക്കുക, സ്നേഹം കാണിക്കുക, മനുഷ്യ സഹജമായ മനുഷ്യത്വം കാണിക്കുക. ഇതൊക്കെ നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഈ ഒരു റിപ്പോർട്ടിന് മാത്രം ആസ്പദമാക്കിയിട്ടല്ല, പലപ്പോഴും നമ്മൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചകളെ സംബന്ധിച്ച് നിരന്തരമായി വീഡിയോ ചെയ്യുന്ന കുറേ ചാനലുകൾ നമ്മൾ കാണാറുണ്ട്. ഒരു വ്യക്തിക്ക് പാളിച്ചകൾ മനുഷ്യർക്കേ സംഭവിക്കുള്ളൂ അല്ലേ? നമ്മൾക്കൊക്കെ പാളിച്ചകളുണ്ട്, നമ്മളെല്ലാവരും പരിപൂർണരല്ല. നമുക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ, ഒരു പ്രാവശ്യം വിമർശിച്ചു കഴിഞ്ഞാൽ അതേ വീഴ്ചയെ വീണ്ടും വീണ്ടും വിമർശിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി എൻ്റെ അറിവില്ലായ്മയാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് വീഡിയോ കണ്ട സമയത്ത് അങ്ങേയറ്റം വേദനയാണ് തോന്നിയത്. നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ട സമയമാണ് ഇനി. ഒരിക്കലും അഫാൻ ഇനി ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വന്നാൽ അതൊരു അത്ഭുതം തന്നെയാണ്. ഇന്ന് അഫാന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും
ദുഃഖകരമായൊരവസ്ഥയിലൂടെ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം അതികഠിനമായൊരവസ്ഥയിലൂടെ അഫാൻ ജീവിച്ചു പോകുന്നത്. കാരണം അഫാൻ എന്ന് ഒരു കോൺഷ്യസ് അല്ല, ഒരു കോമ കണ്ടീഷനാണ്. ഒരുപക്ഷെ ഉള്ളിൽ അദ്ദേഹത്തിന് ബോധമുണ്ടെങ്കിൽ, കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ, ഒരു തിരിഞ്ഞു കിടക്കാൻ പോലും, ഒരു മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയേക്കാൾ പരിതാപകരമായ അവസ്ഥ മറ്റെന്താണ്? അപ്പോൾ ദൈവം അഫാന് അർഹിക്കുന്ന ശിക്ഷ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ മാതാപിതാക്കളെ ഇനിയും വേദനിപ്പിക്കാതിരിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരെ ഇനി പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തല താഴ്ത്തി മുഖം കുനിച്ച് ഒരു അപമാനഭാരത്താൽ തല താഴ്ത്തി നിൽക്കുന്നൊരവസ്ഥ കൊടുക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.